ചേട്ടാ, ഈ ഇസ്മായിൽ ഹനിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ ഉണ്ടോ? പുതിയ അപ്ഡേഷൻ ഒന്നുമില്ല. ഈ കോൺസ്പിറസി തിയറി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാത്തിൻ്റെയും പിന്നിൽ. നമ്മൾ ഇന്നലെ മീഡിയ മലയാളത്തിലും ABC-ലുമായി അദ്ദേഹത്തിൻ്റെ കൊലപാതകം എങ്ങനെയാണ് നടന്നത്, ഹനിയ എങ്ങനെയാണ് ഇസ്രയേൽ കൊന്നത് എന്നതിൻ്റെ ഒരു സ്റ്റോറിയാണ്. അതെ, വിദേശ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചുള്ള 1-2 വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ നേരെ തിരിച്ച് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ തോന്നുക. കാരണം എന്താണെന്നറിയോ, ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടോ എന്നൊരു സംശയമാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൊലപാതകം അയാളെ കൊല്ലപ്പെട്ടു, ഇറാനിൽ ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നതും കണ്ടു, വലിയ അനുശോചന യോഗങ്ങൾ, കേരളത്തിൽ പോലും അതെ പ്രതിഷേധ പ്രകടനം ഒക്കെ നടന്നു. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിലുള്ളൊരു ചോദ്യം, ഹനിയ കൊല്ലപ്പെട്ടെങ്കിൽ, ഹനിയെ കൊന്നത് ഇസ്രയേലാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രയേൽ അവകാശപ്പെടാത്തത്? ഇതിനു മുമ്പ് നടന്ന പല മരണങ്ങളും ഇതിന് ശേഷം നടന്ന പല കൊലപാതകങ്ങളും തങ്ങളാണ് ചെയ്തതെന്ന് ഇസ്രയേൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഹനിയ എന്ന് പറയുന്നത് ഈ ഭീകര സംഘടനയായ ഹമാസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അയാളെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടും ഇസ്രയേൽ അനുകൂലികൾക്കും പലസ്തീൻ വിരോധികൾക്കും വലിയ ഊർജം പകരുന്ന കാര്യമാണ്. അഭിമാനത്തോടെ പറയാം, ഞങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച് ഞങ്ങളുടെ 1500ഓളം ആളുകളെ കൊലപ്പെടുത്തിയ അതിൻ്റെ സൂത്രധാരനെ കൊന്നു എന്ന് ഇസ്രയേൽ അവകാശപ്പെടേണ്ടതാണ്. ഇസ്രയേൽ മിണ്ടുന്നില്ല. ഇറാനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നാണക്കേട് ഇറാനുണ്ടായത്. കാരണം ഇറാൻ്റെ പ്രസിഡന്റ് അധികാരം വെക്കുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ അതിഥിയായി ക്ഷണിച്ചു കൊണ്ടുവന്ന ആളെ അവരുടെ രാജ്യത്ത് വെച്ച് മറ്റൊരു വിദേശ ശക്തി കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിന് വല്ല കിണറ്റിച്ചടിച്ചെത്താൽ മതി, അല്ലേ? ഇറാൻ പിന്നെ ഒരു രാജ്യം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അവരുടെ പരമാധികാരത്തെ ലംഘിച്ച് അവിടെ കയറി അവരുടെ അതിഥി കൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ അപമാനമാണ്. ഇറാൻ പക്ഷേ ഇസ്രായേലിന് അതിൻ്റെ പേരിൽ ഒരു റോക്കറ്റ് പോലും വിടുന്നില്ല. അപ്പോൾ ആകെ ഒരു കോൺസ്പിറസി. അപ്പോൾ ഇറാന് അറിയാമോ ഇസ്രായേൽ അല്ല കൊന്നതെന്ന്? പക്ഷേ ഇറാനിൽ ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചത്? ഇതൊരു വലിയ ആശങ്ക ഉയർത്തുന്ന, സംശയം ഉയർത്തുന്ന ഒരു കോൺസ്പിറസി തിയറി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് കൂടിയായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ. രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ്റെ ഒരു കുറിപ്പ് ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അത് അത്യാവശ്യം ശ്രദ്ധേയമാണ്, രസകരമായതുകൊണ്ടല്ല നമ്മൾ പറയുന്നത്, അതിനകത്ത് കുറച്ച് ലോജിക്കുള്ള ആ കുറിപ്പ് വലിയ തോതിൽ വായിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം. രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടോ? നമ്മളും ചർച്ച ചെയ്യാമെന്ന് സംസാരിക്കുന്ന വിഷയം അതാണ്. രഞ്ജിത്ത് പറയുന്നു, കൊന്നുവെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടില്ല. ശരിയാണ്, അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യമാണ്. സാധാരണ ഇങ്ങനെയൊരു രഹസ്യ ഓപ്പറേഷൻ നടത്തിയാൽ അതിനുശേഷം അവരത് തുറന്നു പറയാറുണ്ട്. നോക്കൂ, ഇന്നലെ ദൈഫിനെ കൊന്നു, അവർ പറഞ്ഞു. പക്ഷേ അത് കാലങ്ങൾക്ക് ശേഷമാണ് പറഞ്ഞത്. അത് ജൂലൈ 13 നടന്നു, കാലങ്ങളൊന്നുമല്ല, 2 ആഴ്ച കഴിഞ്ഞു. മറ്റ് ഈ ഹിസ്ബുള്ള നേതാവിനെ, കമാൻഡറെ കൊന്ന് അന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ പറയുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് മാത്രമല്ല, നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ വലിയ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഹമാസിൻ്റെ തലവനെ തങ്ങൾ കൊന്നുവെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടുത്തെ ഇസ്രയേൽ ജനതയെ കൂടെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നതും അവരെ ആവേശം കൊള്ളിക്കാൻ പോകുന്നതാണ്. വലിയ അവകാശവാദം. നെതന്യാഹുവിൻ്റെ സ്റ്റാൻഡ് ഒന്നുകൂടെ സേഫ് ആവും. പക്ഷേ അത് ഇസ്രയേൽ പറയുന്നില്ല. രഞ്ജിത്ത് തുടരുകയാണ്: തങ്ങളുടെ ജനതയുടെ ആത്മവീര്യം ഉയർത്താനും ശത്രുക്കൾ ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളുടെ മുൻപിൽ തങ്ങൾ ആരാണെന്ന് കാണിക്കാനും വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. തങ്ങൾ കൊലപ്പെടുത്തിയ ആളുകളുടെ വിവരങ്ങൾ ഇസ്രയേൽ പറയാറുള്ളത്. ഇതും ഒരു പക്ഷേ പിന്നീട് പറയുമായിരിക്കാം. കാരണം ഇപ്പോൾ ദൈഫിനെ കൊന്നിട്ട് 13-ാം തീയതി കൊലപ്പെടുത്തിയിട്ട് ഇന്നലെയാണ് പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്രയേൽ അത് ചെയ്തിട്ടുമില്ല, ഹനിയ കൊല്ലപ്പെട്ടുമില്ല എന്നാണെങ്കിലോ? അതായത് ഇസ്രയേൽ കൊന്നു എന്നതല്ല, ഹനിയ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഇതാണ് രഞ്ജിത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കോൺസ്പിറസി തിയറി, അല്ലെങ്കിൽ ഒരു സാധ്യത. അതിന് രഞ്ജിത്ത് കുറേ കാരണങ്ങൾ പറയുന്നത് വളരെ റിലവൻ്റ് ആണെന്ന് തോന്നുന്നു. ഒന്ന്, അതെ, അത്തരമൊരു സംശയമാണ് ഈ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞ് രഞ്ജിത്ത് എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഹനിയെ കൊന്നുവെന്നല്ല, ഹനിയ മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിന് തൻ്റേതായ ചില സിദ്ധാന്തങ്ങൾ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. പ്രേക്ഷകരൊന്ന് കേട്ട് നോക്കട്ടെ, നമുക്ക് നോക്കാം അത് പ്രേക്ഷകർ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. ഹനിയ മരിച്ചു എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കുകയും എന്നാൽ അയാൾക്ക് രഹസ്യമായി ഇറാനിലിരുന്ന് അയാളുടെ സംഘത്തെ നയിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യുകയായിരുന്നോ ഇറാൻ?
ഇതാണ് ചോദ്യം. ഇത് പറയുമ്പോൾ ഹനിയ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ഹനിയ ഉണ്ടായിരുന്നത് ഖത്തറിലായിരുന്നു. ഖത്തറിൽ അവരുടെ ഔദ്യോഗിക ഗസ്റ്റായി വലിയ ആഡംബരത്തിൽ ജീവിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഡസൻ കണക്കിന് മുന്തിയ വാഹനങ്ങൾ, റോൾസ് റോയ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് കോടികൾ വില മതിക്കുന്ന വാഹനങ്ങളും വലിയ കൊട്ടാരം പോലെയുള്ള വീടും ഒക്കെ ആയിട്ട് കഴിയുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഹമാസിൻ്റെ നേതാക്കന്മാർക്ക് ഒക്കെ അങ്ങനെയാണ്. ഖത്തറിൽ വളരെ സേഫാണ്. ഖത്തർ അമേരിക്കയുടെ സംരക്ഷണ വലയത്തിലുള്ള, അമേരിക്ക സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് ഖത്തറിൽ പോയി ഹനിയെ കൊലപ്പെടുത്താൻ ഇസ്രായേലിന് ബുദ്ധിമുട്ടാണ്, അപ്രായോഗികമാണ്, ഏതാണ്ട് അസാധ്യവുമാണ്. അസാധ്യമെന്ന് പറയാൻ പറ്റില്ല, മൊസാദ് അസാധ്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇറാനേക്കാളും സേഫ് ഹനിയയ്ക്ക് എക്കാലത്തും ഖത്തർ തന്നെയാണ്. അപ്പോൾ രഞ്ജിത്ത് പറയുന്നത്, അപ്പോൾ ഇറാൻ ഒരുപക്ഷെ പ്ലാൻ ചെയ്ത് എന്തുകൊണ്ട് ഹനിയയ്ക്ക് ഇറാനിൽ രഹസ്യമായി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒളിത്താവളം ഒരുക്കുകയാണോ എന്നൊരു സംശയത്തിന് ഒരു പ്രധാനപ്പെട്ട സാധ്യത ഇതിനിടയിലുമുണ്ട്. കാരണം അമേരിക്ക ആണല്ലോ ഇസ്രായേലിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, ആയുധം കൊടുത്തും പണം കൊടുത്തും. ഇസ്രായേലിനെ മറ്റാരെങ്കിലും ആക്രമിച്ചാൽ അമേരിക്ക അവരെ ആക്രമിക്കും, ഉറപ്പായ കാര്യമാണ്. അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ അമേരിക്കയുടെ സംരക്ഷണയിൽ കഴിയുന്ന ഖത്തർ ഇങ്ങനെ തീറ്റിപ്പൊറ്റി പരിപാലിപ്പിച്ചു വരുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിഷയമായിട്ട് മാറാം. ഒരുപക്ഷെ ഇസ്രായേൽ അമേരിക്ക വഴി ഖത്തറിൽ വലിയ സമ്മർദ്ദം ചെലുത്തി അവിടെ നിന്ന് ഇവരെ പുറത്താക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നു എന്ന് മുമ്പൊരു വാർത്തയുണ്ടായിരുന്നു. ഖത്തറിന് വലിയ സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഹമാസിൻ്റെ നേതാക്കൾ അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങൾക്ക്, ലിബിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മാറുന്നു എന്നൊരു വാർത്ത മുമ്പൊരിക്കൽ വന്നിരുന്നു. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ തിയറി വെച്ച് നോക്കുമ്പോൾ അമേരിക്ക വഴി ഇസ്രയേൽ വലിയ സമ്മർദ്ദം ചെലുത്തിയാൽ ഹനിയ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കന്മാരെ ഖത്തറിന് ഭാവിയിൽ സംരക്ഷിക്കാൻ കഴിയാതെ വന്നാൽ ഏറ്റവും സുരക്ഷിതമായ താവളം ഏതാ? ലിബിയയെക്കാളും സിറിയയെക്കാളും സേഫസ്റ്റ് ആയ രാജ്യം, വലിയ സൈനിക ശക്തിയായ ഇറാനാണ്. തുർക്കിയുണ്ട്, പക്ഷേ തുർക്കി ഈ പറഞ്ഞ പോലെ നാറ്റോയിലുള്ള രാജ്യമാണ്. അപ്പോൾ അമേരിക്ക വഴി സമ്മർദ്ദം ചെലുത്താൻ ഇസ്രായേലിന് കഴിയുന്നൊരു രാജ്യമാണ് തുർക്കി, വേണ്ടി വന്ന. അപ്പോൾ അത് ഒഴിവാക്കാം. അപ്പം കുറച്ചുകൂടെ നോക്കുമ്പോൾ പൊളിറ്റിക്കലി കുറച്ചുകൂടെ ഖത്തറിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഹനിയയ്ക്ക് ഏറ്റവും സേഫായിട്ടിരിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ഇറാനാണ്. അപ്പോൾ ഇറാനിൽ അയാളെത്തി, ഇറാന് നേരെ ഇസ്രായേലിൻ്റെ ഒരു ശത്രുത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് അടവുണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ഡെഡ് ബോഡി കണ്ടില്ലേ, അതിൻ്റെ വിലാപയാത്ര കണ്ടില്ലേ? വിലാപയാത്ര വലിയ മുമ്പൊരിക്കലും ഒരു വീഡിയോ സിനിമ കണ്ടിട്ടുണ്ടോ? ഈ പലസ്തീനിൽ കൂടി ഒരു ശവമഞ്ചവും പിടിച്ച് കുറേ ആളുകൾ നടന്നിങ്ങനെ പോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളൊക്കെ ഉള്ള സൂക്തങ്ങളൊക്കെ ചൊല്ലി ശവമഞ്ചുമായിട്ടൊരു ഘോഷയാത്ര പോകുന്നു. പെട്ടെന്ന് ആകാശത്തൂടെ വിമാനം വരുന്ന ശബ്ദം കേൾക്കുക. ഈ ശവമഞ്ചം താഴത്തിട്ടിട്ട് ചുറ്റും നിന്ന് ആളെല്ലാം ഓടി. കുറച്ച് കഴിയുമ്പോൾ ശവം എണീറ്റ് ഓടുന്നത് അല്ലേ? വൈറലായ വീഡിയോ ആണ്. അപ്പോൾ ഇത്തരം നാടകങ്ങളൊക്കെ എക്കാലത്തും കളിച്ചിട്ടുള്ള ആളുകളാണ് പലസ്തീനികൾ. ഫോട്ടോ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഫോട്ടോഷൂട്ട് നടത്തിയൊക്കെ ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന് പറഞ്ഞ് ലോകത്തെ കരയിപ്പിക്കാൻ, ലോകത്തെ പറ്റിക്കാൻ ഒരുപാട് ശ്രമമൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പക്ഷെ കൊല്ലപ്പെട്ടു, പല രാജ്യത്തും പല നേതാക്കന്മാരും പല കാലങ്ങളിൽ തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർത്തിട്ടുണ്ട്. സ്റ്റാലിന് പോലും ഒരുപാട് അപരന്മാരുണ്ടായിരുന്നു. ചില മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന സ്റ്റാലിൻ അല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സ്റ്റാലിനെ പോലെ ഇരിക്കുന്ന മറ്റൊരാൾ പോയി അസാസിനേഷൻ ഭയന്ന് ആരെങ്കിലും കൊന്നുകളയുമോ എന്നുള്ള ഭയന്ന് ഇത്തരം ഡ്യൂപ്പുകൾ വിടുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ലോകത്ത് ഇത്തരം കാര്യങ്ങളൊന്നും അസംഭവ്യമൊന്നുമില്ല, നടന്നിട്ടില്ലാത്തതുമല്ല. അപ്പോൾ അതാണ് രഞ്ജിത്ത് പറയുന്ന തിയറി. അതിനുവേണ്ടി ഇങ്ങനെ അയാൾ മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ശവമടക്ക് ഉൾപ്പെടെയുള്ള നാടകങ്ങൾ ഒരുക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇറാൻ എന്താണ് പ്രയോജനം എന്ന ചോദ്യം സ്വാഭാവികമാണ്, ഉണ്ട്. അത് പറയാമെന്നാണ് രഞ്ജിത്ത് തുടർന്ന് പറയുന്നത്. രഞ്ജിത്ത് അത് മറ്റത് ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനൊരു സംശയമുണ്ടായി എന്ന ചോദ്യമില്ലേ? ശരിയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഹനിയ മരിച്ചു എന്നെല്ലാവരും പറയുന്നു, ഇപ്പോൾ പിന്നെ അയാൾ മരിച്ചിട്ടില്ല, അയാൾ അവിടെ ഇറാനിലുണ്ടാകും എന്ന് പറയാൻ എന്താ കാരണം? സ്വാഭാവികമായ ചോദ്യമാണ്. അതിനും രഞ്ജിത്ത് ഉത്തരം കാണുന്നുണ്ട്. ഹനിയെ വധിച്ചത് മിസൈൽ ആക്രമണത്തിലാണ് എന്നാണ് ആദ്യം പറഞ്ഞു കേട്ടത്. ഓർക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞതാണ് ഡ്രോൺ മിസൈൽ. ഇപ്പോൾ പറയുന്നു 2 മാസം മുമ്പേ തന്നെ ഹനിയ താമസിച്ച മുറിയിൽ ബോംബ് സ്ഥാപിച്ചിരുന്നു. ആ ബോംബ് ഹനിയ ആ മുറിയിൽ എത്തിയ സമയത്ത് റിമോട്ട് വെച്ച് പൊട്ടിച്ചാണത്രേ ഈ കൃത്യം ഇസ്രായേൽ ചെയ്തത്. ഇതായിരുന്നു നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അതെ, ഇതാണ് സംശയത്തിന് ഇട നൽകുന്നത്. പക്ഷേ രഞ്ജിത്ത് പറയുന്നത് ഈ തിയറി സംശയകരമാണ്. എന്തുകൊണ്ടെന്നാൽ
കാരണം ഖത്തറിൽ സുരക്ഷിതനായി കഴിഞ്ഞിരുന്ന ഇയാൾ ഇറാനിലേക്ക് പോയത് പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണത്തിന് അതിഥിയായിട്ടാണ്. പുതിയ പ്രസിഡന്റ് ഇപ്പോൾ ഇറാൻ ഇപ്പോൾ പുതിയ പ്രസിഡന്റ് ഉണ്ടാവാനുള്ള കാരണം പഴയ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി കഴിഞ്ഞ മെയ് 20 ദുരൂഹമായ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനാണ്. ശരിയല്ലേ? അതുകൊണ്ടാണല്ലോ പുതിയ പെഷസ്കിയാൻ എന്ന് പറഞ്ഞുള്ള പുതിയ പ്രസിഡന്റ് വന്നത്. അപ്പോൾ റൈസി മെയ് 20 എങ്ങനെയോ ഹെലികോപ്റ്റർ തകർന്നു മരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വന്നത്. ഈ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് പങ്കെടുക്കാനാണ് ഇസ്മയിൽ ഹനിയ പോയത്. അതായത് മെയ് മാസത്തിൽ റൈസി കൊല്ലപ്പെടുമെന്നും അതിനുശേഷം കൊല്ലപ്പെടുമെന്നും വരുന്ന പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് ഹനിയ വരുമെന്നും ഇസ്രയേലിന് അറിവുണ്ടായിരിക്കണം. ശരിയാണല്ലോ? അതെ അല്ലേ? റൈസി കൊല്ലപ്പെട്ടു പുതിയ പ്രസിഡന്റ് വന്നാൽ അയാളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പങ്കെടുക്കാനായിട്ട് ഹനിയെ വിളിക്കുമെന്ന് ഇസ്രയേലിന് അറിയായിരുന്നു. റൈസി കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ റൈസി കൊല്ലപ്പെടുമെന്ന് ആർക്കറിയാമായിരുന്നു? ഇസ്രയേലിന്. അപ്പോൾ റൈസിയെ കൊന്നത് ഇസ്രയേലാണെന്ന് ആകാം, ഇൻഡയറക്റ്റ് ആയിട്ട്. അതാണ്. അങ്ങനെ റൈസി കൊല്ലപ്പെട്ട അതേ സമയത്ത് ഹനിയെ പ്രതീക്ഷിച്ച് ഇസ്രയേലിൻ്റെ ചാരന്മാർ ഇറാനിലെ ഈ ഗസ്റ്റ് ഹൗസിൽ അയാൾ താമസിക്കുമെന്ന് പ്രതീക്ഷിച്ച മുറിയിൽ ബോംബ് വെച്ചിരിക്കണം. ശരിയല്ലേ? അതെ. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞ അതേ കാര്യം രഞ്ജിത്തും പറയുക, റൈസിയുടെ ദുരൂഹമായ അപകടവും ഇസ്രയേൽ സൃഷ്ടിച്ചതാവണം. കൂടാതെ ഹനിയയുടെ കൊലയും ഇസ്രയേൽ തന്നെ നടത്തിയതാവാം. ഇതനുസരിച്ചാണെങ്കിൽ ഗസയിലെ യുദ്ധം നടക്കുന്നതിനിടയിൽ ഇത്രയുമൊക്കെ ഒപ്പിച്ചെങ്കിൽ അവരെ സമ്മതിക്കണം. ശരിയാണ്, അവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുക. അതിനിടയ്ക്ക് അവിടെ പോയി ഇറാനിൽ പോയിട്ട് ഇറാൻ്റെ പ്രസിഡന്റിനെ കൊന്ന് ആ പ്രസിഡന്റിൻ്റെ അടുത്ത് അവകാശം വരുന്നു. പണ്ട് കേട്ടിട്ടുണ്ട്, നാട്ടിൽ മുമ്പൊരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാട്ടിൽ ഒരുത്തരെ ഒരു ഗുണ്ടാസംഘം നോക്കിയിട്ടിരിക്കുക ശരിപ്പെടുത്താൻ. പക്ഷേ അയാൾ വിദേശത്താണ്. എന്ത് ചെയ്താൽ ഈ പുള്ളി നാട്ടിലേക്ക് വരത്തില്ല. നാട്ടിൽ വന്നാൽ ഇവർ തട്ടുമെന്നറിയാം. അതുകൊണ്ട് പുള്ളി അവിടെ സുരക്ഷിതമായി കഴിയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. അതായത് ഗുണ്ടാസംഘം നടന്നു പോകുന്ന അച്ഛനെ കാർ ഇടിപ്പിച്ചു. ഗുരുതരമായി പോയി കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് അച്ഛൻ ആശുപത്രിയിലായി. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? സ്വാഭാവികം മകൻ വന്ന മകനെ തട്ടി. അപ്പോൾ മകനെ വരുത്താൻ വേണ്ടി എന്ത് ചെയ്തു? അച്ഛനെ കാർ ഇടിപ്പിച്ചു. അത് ഈ പറയുന്ന പോലെ ഇസ്മയിൽ ഹനിയ ഇറാനിലെത്താൻ വേണ്ടി ഇറാൻ്റെ പ്രസിഡന്റിനെ ഇസ്രായേൽ വന്നു. തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുതിയ പ്രസിഡന്റ് വരും. പുതിയ പ്രസിഡന്റ് വരുമ്പോൾ ഉറപ്പായിട്ടും അയാളുടെ സ്ഥാനാരോഹണ ചടങ്ങിന് ഹനിയ വരും. പക്ഷേ ഇതിലൊരു അസ്വാഭാവികതയില്ലേ? ഹനിയെ പോലെ ഇസ്രയേൽ വേട്ടയാടുന്ന ഒരാൾ ഇറാൻ പോലൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവർ ഇയാളുടെ സുരക്ഷിതത്വത്തിൽ ഇത്ര വലിയ അലംഭാവം കാണിക്കുമെന്നും ഇറാനിലെ സുരക്ഷാ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് ഇസ്രയേലിൻ്റെ ചാരന്മാർ 2 മാസം ഈ മുറിയിൽ ബോംബ് ആരും കാണാതെ സൂക്ഷിച്ചു എന്നതുമൊക്കെ ഒരു അപസർപ്പക കഥ പോലെയുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമ പോലെയുണ്ട്. ശരിയാണ്, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഇതൊന്നും. പക്ഷേ അന്താരാഷ്ട്ര നയതന്ത്ര ഇടപാടുകളിൽ ഇത് അസംഭവ്യവുമല്ല, നടന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഒരു മിഗ് വിമാനം വരെ ഇസ്രയേൽ അടിച്ചുകൊണ്ട് പോയ കഥ ഇന്നലെ നമ്മൾ കഥയമവയെ പറഞ്ഞു. കണ്ടിട്ടില്ലാത്ത പ്രേക്ഷകർ അതൊന്ന് കാണണം, കേൾക്കണം. ഇപ്പോൾ ഹനിയെ കൊല്ലാൻ ഇസ്രായേലിനെ സഹായിച്ചത് പാകിസ്ഥാനാണെന്നൊരു ആരോപണം താലിബാൻ പറയുന്നുണ്ട്. കഥ പിന്നെയും മാറുകയാണ്. പാകിസ്ഥാൻ്റെ സഹായത്തോടെയാണ് ഹനിയെ കൊന്നതാണെന്ന് ഇപ്പോൾ താലിബാൻ്റെ ആരോപണം. ഹനിയെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പൊതുവായി ഹമാസ് അനുകൂല രാജ്യങ്ങളിൽ എത്രത്തോളം ഇസ്രായേൽ വിരുദ്ധ തരംഗമുണ്ടാക്കി എന്നതിന് ഉദാഹരണമാണ് താലിബാൻ്റെയും തുർക്കിയുടെയും പ്രതിഷേധങ്ങൾ. നമ്മുടെ കേരളത്തിൽ പോലും നടന്നു. അതെ, ഇറാനിലും ശക്തമായ ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങളാണ് നടന്നത്. പക്ഷേ തങ്ങളുടെ രാജ്യത്ത് കയറി ഇങ്ങനെ ഒരു കൃത്യം ചെയ്തുവെന്ന് ആരോപിച്ച് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കും എന്ന് വെറുതെ പറയാനും പറയില്ല. അതിനു പിന്നിൽ ഒരു പക്ഷേ ചൈനയുടെയോ റഷ്യയുടെയോ അദൃശ്യ പിന്തുണ കൂടി ഇറാൻ ഉണ്ടാവാം. കാരണം ഇറാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇസ്രായേൽ കണക്ക് പറയേണ്ടി വരും എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇറാൻ പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ രഞ്ജിത്ത് പറയുന്നത് റഷ്യയുടെ അല്ലെങ്കിൽ ചൈനയുടെ പിന്തുണ ഇറാൻ ഉണ്ടാവണം. ഓൾറെഡി ചൈനയുടെ സഹായങ്ങൾ ഇറാനുണ്ട്. എന്തുകൊണ്ട് സഹായം ഉണ്ടാവും? കാരണം ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ശ്രദ്ധ കുറയ്ക്കണമെങ്കിൽ റഷ്യയ്ക്ക് അവരെ മറ്റൊരു യുദ്ധമുഖത്ത് തളയ്ക്കണം. അപ്പോൾ ഈ ഇറാനുമായിട്ട് ഇസ്രയേലും ഇറാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാവണമെന്ന് ആർക്കാഗ്രഹമുണ്ട്? റഷ്യയ്ക്കും ചൈനയ്ക്കും ആഗ്രഹമുണ്ട്. അതോടുകൂടി അമേരിക്ക എന്ത് ചെയ്യും? ഉക്രൈനിലോട്ടുള്ള നോട്ടം അവസാനിപ്പിച്ച് ഈ യുദ്ധത്തിൽ, അമേരിക്കയുടെ അരുമയാണ് ഇസ്രായേൽ യുദ്ധത്തിന് പോയാൽ അമേരിക്ക കൂട്ടത്തിൽ പോയേ പറ്റുള്ളൂ. അറിഞ്ഞോ അറിയാതെയോ ഇറാനെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിപ്പിച്ചാൽ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക ശക്തമായി ഇടപെടും.
അവരുടെ ആയുധങ്ങളും സൈനിക ശക്തിയും ഉൾപ്പെടെ ഗൾഫിലേക്ക് നീങ്ങും. ഇത് ഉക്രൈനെ ദുർബലമാക്കും. റഷ്യക്ക് മേൽക്കൈ ലഭിക്കും. റഷ്യ യുദ്ധം ജയിക്കും. വർഷം 2-3 ആയല്ലേ യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ റഷ്യക്ക് ജയിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടാവുക. അപ്പം ചുറ്റിത്തിരിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് കൊണ്ടൊരു ഓപ്പറേഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. തീർന്നില്ല. തായ്വാൻ കടലിൽ നിന്ന് അമേരിക്കയെ മാറ്റി തായ്വാനെ ദുർബലമാക്കാനുള്ള ഏത് പദ്ധതിക്കും ചൈന സഹായം നൽകും. കാരണം തായ്വാനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. പലതവണ ചൈനീസ് ബോംബറുകൾ തായ്വാനെ ചുറ്റി പറക്കുകയൊക്കെ ചെയ്തു. തായ്വാനെ പിടിച്ചെടുക്കുമെന്നാണ് ചൈന പറയുന്നത്. പക്ഷേ അതിനുള്ള തടസ്സം അമേരിക്കയാണ്. അമേരിക്കയെ വേറൊരു യുദ്ധമുഖത്തേക്ക് മാറ്റിയാൽ, ഇസ്രയേലുമായി ഇറാൻ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അമേരിക്ക ഓട്ടോമാറ്റിക്കലി ഇൻവോൾവ് ആകും. അപ്പോൾ പിന്നെ ചൈനയ്ക്ക് തായ്വാനിലേക്ക് പോകുമ്പോൾ അപ്പോൾ ചൈന, റഷ്യ അച്യുതണ്ട് വേറൊരു യുദ്ധം ഉണ്ടാക്കാൻ താല്പര്യപ്പെടും. അപ്പോൾ ഈ നമ്മൾ പറയുന്ന പോലെ ഒരാളെ കൊന്നു, അതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ അതിൻ്റെ ഒരു നെറ്റ്വർക്ക് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് പോവുകയാണ്. തായ്വാൻ കടലിൽ നിന്ന് അമേരിക്കയെ മാറ്റി തായ്വാനെ ദുർബലമാക്കാനുള്ള എന്ത് പദ്ധതിക്കും ചൈന സഹായം നൽകും. ഇറാനാവട്ടെ ഇസ്രയേലിനെ തീർക്കാൻ പറ്റുമെങ്കിൽ ഒരു കാരണവശാലും മാറി നിൽക്കുകയുമില്ല. റഷ്യക്ക് ഉക്രൈൻ യുദ്ധവും ജയിക്കാം, ഒപ്പം നാറ്റോയെ ദുർബലമാക്കുകയും ചെയ്യാം. ഇങ്ങനെ എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ പ്രയോജനമുള്ള ഇടപാടാണിത്. ഏത്? അനിയ എന്ന് പറയുന്ന ആളെ കൊലപ്പെടുത്തിയ സംഭവം. അതായത് ഇസ്മയിൽ ഹനിയയുടെ വധം ഒരു കെട്ടുകഥയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാണ് ഈ തിയറി രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് രസകരമായൊരു കുറിപ്പാണ്. അതെ, അടിസ്ഥാനത്തിൽ ഇതൊന്നും പറയാൻ പറ്റുകയില്ല. ജിയോ പൊളിറ്റിക്സ് നോക്കുന്ന ആളുകൾക്കൊക്കെ ഇതിലെ ഓരോ വസ്തുതയും ഓരോ പാരഗ്രാഫും ശരിയാണെന്ന് തോന്നും. കാരണം ഇതെല്ലാം അങ്ങനെയാണ്, ഓരോ കണക്കെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഒരു നിസ്സാരമായ ഒരു സംഭവമല്ല. ഇസ്രയേൽ ഹമാസിനെതിരെ ഗസയിൽ നടത്തുന്ന ആക്രമണം പോലും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമല്ല. ഒരു രാജ്യവും ഒരു ഭീകരവാദ സംഘടനയും തമ്മിലുള്ള യുദ്ധം. നോക്കൂ, അതിനകത്ത് ഇന്ത്യക്ക് പോലും ഗുണമുണ്ട്. ഇന്ത്യ എത്ര 1000 കോടി രൂപയുടെ ആയുധങ്ങളാണ് കയറ്റി അയക്കുന്നത്. കച്ചവടമാണ്. അപ്പോൾ നമ്മളെ കേവലം ഇത്തരം അന്താരാഷ്ട്ര 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാത്ത ഒരു രാജ്യമായ ഇന്ത്യക്ക് പോലും സാമ്പത്തികമായ മെച്ചമുണ്ട്. അങ്ങനെ എത്ര രാജ്യങ്ങൾക്ക് എന്തെല്ലാം താല്പര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറിപ്പുകളൊക്കെ വെറുതെ അടിസ്ഥാനരഹിതമായി ഊഹാപോഹങ്ങളൊക്കെ ആധാരമാക്കിയുള്ള കുറിപ്പുകൾ ഒരുപാട് വരാറുണ്ട്. പക്ഷേ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ്റെ ഈ കുറിപ്പ് ഒരു ലോജിക്കലാണ്, ശാസ്ത്രീയമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളെയൊക്കെ കൃത്യമായി അറിയാവുന്ന ഒരു നയതന്ത്ര ബന്ധമൊക്കെ ഉള്ള ആളുകൾ, ആ മേഖലയിൽ പ്രവർത്തിച്ച ആളുകൾ എഴുതിയിരിക്കുന്ന പോലെയുള്ള ഒരു ഒന്നാന്തരം ലോക രാഷ്ട്രീയ വിലയിരുത്തലാണ് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ്റെ ഈ കുറിപ്പ്. ഏതായാലും ഈ കുറിപ്പ് നമ്മൾ ചർച്ചക്കെടുക്കുകയല്ല, യഥാർത്ഥത്തിൽ നമ്മൾ ആ കുറിപ്പ് വായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വായിച്ചിട്ട് ചില കമൻസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇന്ന് വായിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു കുറിപ്പെന്ന നിലയിലാണ് ഒരുപക്ഷെ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു പുതിയ തിയറിക്കും ലോകത്ത് സാധ്യതയുണ്ട് എന്നുള്ള വിവരം പ്രേക്ഷകരുമായി നമ്മൾ പങ്കുവെക്കുന്നത്. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.